വാഷിങ്ടണിൽ രാവിലെ 10-10:30 മണിയായിട്ട് ഇപ്പം ഇതുവരെ എന്താ പറയുക, നെതന്യാഹു ട്രംപ് മീറ്റിങ്ങിനൊന്നും തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ്സ് ഒന്നും പുറത്തോട്ട് വന്നിട്ടില്ല. ചില ചാനലുകളൊക്കെ ചില അപ്ഡേറ്റ്സ് ഒന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ മീറ്റിംഗ് ആയിട്ടില്ല എന്നാണ് പ്രോപ്പറായിട്ടുള്ള ചാനലിൽ നമ്മൾ കാണുന്നത്. ഇനി ഇതല്ല കേട്ടോ നമ്മൾ പറയാൻ വന്നതല്ല. ഇതേ സമയത്ത് ചൈനയുടെ ഒരു യുദ്ധക്കപ്പൽ ഇപ്പം ഇറാന് വേണ്ടിയിട്ട് കളത്തിലിറങ്ങിയ ഒരു ന്യൂസ് കണ്ടു. അതിൻ്റെ കുറച്ച് ഫയൽ ചിത്രങ്ങളും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഏറ്റവും കരുത്തുറ്റ Type 055 ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ആണ്. അതായത് മിസൈൽ ഡിസ്ട്രോയർ ആണ്. Type 052D ഡിസ്ട്രോയർ, പിന്നെ യുവാങ് 1 എന്ന നിരീക്ഷണ കപ്പലാണ് ഇപ്പം ഒമാൻ ഉൾക്കടലിൽ വടക്കൻ ഇന്ത്യൻ സമുദ്രത്തിൽ വിന്യസിച്ചിട്ടുണ്ട് ചൈന. അതിൻ്റെ സഹായം അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ ഉദ്ദേശം എന്നാണ് മനസ്സിലായത്. ഒരു മിസൈൽ ഡിസ്ട്രോയർ ആണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുത്തുറ്റ Type 055 ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ കപ്പൽ കേട്ടോ അവിടെ ഉള്ളത്. ഇതിൻ്റെ രഹസ്യ ഒരു സ്വഭാവം ഇതിനുണ്ട് എന്നാണ് ആൾക്കാർ പറയുന്നത്. അതായത് അമേരിക്കയുടെ സഖ്യകക്ഷികളുടെ നീക്കങ്ങൾ തത്സമയം നിരീക്ഷിക്കാനാണ് ഈ ഒരു കപ്പലിനെ അവിടെ വിന്യസിച്ചിട്ടുള്ളത്. അത് ഇറാന് കൈമാറാനും വേണ്ടിയിട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. അതായത് ഇറാൻ്റെ ഇൻ്റലിജൻസ് കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ ഇറാൻ്റെ കയ്യിൽ അത്ര ഹൈ എൻഡ് എന്താ പറയുക മിസൈൽ ഡിസ്ട്രോയറും കാര്യങ്ങളൊന്നുമില്ല. കപ്പൽ, അതായത് ഷിപ്പുകളൊന്നും ഇറാൻ്റെ കയ്യിലില്ല. നമുക്കറിയാം മിസൈൽസാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അവർക്ക് കൂടുതൽ ഈ ഒരു യുദ്ധം ഇപ്പം ഈ മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ യുദ്ധത്തിലോട്ട് എത്തൂല എന്നൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കണം ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇത്തരത്തിലുള്ളൊരു കപ്പൽ ചൈന വിന്യസിച്ചിട്ടുള്ളതും. ചൈന സാറ്റലൈറ്റ് ത്രൂ ഓൾമോസ്റ്റ് ഏകദേശം അവിടെ വരുന്ന കംപ്ലീറ്റ് ഈ പറഞ്ഞ അർമാഡയുടെ ഒക്കെ പിക്ചേഴ്സ് ഇറാന് കൈമാറുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള പല ന്യൂസുകളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ സഖ്യകക്ഷികളുടെ നീക്കം കൂടെ അറിയണം. അതായത് അമേരിക്ക മാത്രമല്ല, അമേരിക്കയുടെ കൂടെ കൂടുന്ന ഇസ്രായേലിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അല്ലുദൈദെന്നും അവിടുന്നും ഇവിടുന്നൊക്കെയുള്ള മറ്റ് ആക്രമണങ്ങളൊക്കെ ഒരു ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കപ്പൽ അവിടെ വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഈ ഒരു കപ്പൽ ഏകദേശം അമേരിക്കയുടെ ഇത്തരത്തിലുള്ള സകല നീക്കങ്ങളെയും നിരീക്ഷിക്കാനുള്ള പവർ ഈ കപ്പലിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് അമേരിക്കയുടെ രഹസ്യ ആക്രമണ സ്വഭാവം ഇല്ലാതാക്കാൻ ഇറാനെ കൂടുതൽ സഹായിച്ചേക്കാം എന്നാണ് പറയുന്നത്. അതായത് ജോർദാനിലെ അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ചൈന. അതായത് ജോർദാനിലുള്ള അമേരിക്ക അവിടെ ജോർദാൻ ബേസിൽ തന്നെ അമേരിക്കയുടെ സാറ്റലൈറ്റ് എന്താ പറയുക അമേരിക്കയുടെ കുറേ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഓൾറെഡി അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രമല്ല എല്ലാ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലും ഇവരിപ്പോൾ ചെയ്തിട്ടുണ്ട് ഇവരുടെ ബേസിൽ. അപ്പം അതിൻ്റെ ഒക്കെ എക്സാക്ട് ചിത്രങ്ങൾ, സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ചൈന പുറത്തോട്ട് വിടുന്നത്, ഇറാന് വേണ്ടി കൊടുക്കുന്നത്. കറക്റ്റ് ഒരു ഇതയക്കുന്ന സമയത്ത് എവിടെയൊക്കെ എന്തൊക്കെയെന്നുള്ള ഇറാന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചൈനയുടെ റഷ്യയുടെ സഹായത്തോടെയാണ് ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക നീക്കങ്ങൾ തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ശക്തമായ സന്ദേശം കൂടെയാണ് ചൈന ഈ ഒരു ന്യൂസിൽ അല്ലെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. ഇനി അമേരിക്കയുടെ രഹസ്യ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ മൊബൈൽ മിസൈൽ സംവിധാനം എന്നുള്ള പരിപാടി അമേരിക്ക ചെയ്യുന്നുണ്ട്. അത് ഖത്തറിലെ അല്ലുദൈദ് വ്യോമത്താവളത്തിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പാട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങൾ ഉറപ്പിച്ച സ്ഥാനങ്ങളിൽ നിന്നും ട്രാക്ക് മാറ്റി ഘടിപ്പിച്ചിട്ടുണ്ട്. മൊബൈൽ ലോഞ്ചേഴ്സ് മാറ്റി ഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശത്രുക്കൾ പെട്ടെന്ന് ലക്ഷ്യം വെക്കാൻ കഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. അത് ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് മാറ്റിയിട്ടുള്ളത് എന്നുള്ള ന്യൂസുകൾ പുറത്തു വരുന്നുണ്ട്. അതുമാത്രമല്ല വിമാനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ജോർദാനിലും ഖത്തറിലും താവളങ്ങൾ, അതായത് ഖത്തറിലെയും ജോർദാനിലെയും ഇവരുടെ അമേരിക്കയുടെ ബേസുകളിലോട്ട് F-15 യുദ്ധവിമാനങ്ങളും A-10 അറ്റാക്ക് വിമാനങ്ങളും ടാങ്കർ വിമാനങ്ങൾ എന്നിവ വലിയ തോതിൽ അമേരിക്ക വിന്യസിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളും ചൈന ചോർത്തി പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അതും ഇറാന് കിട്ടിയിട്ടുണ്ട്. At Al Udeid Air Base in Qatar, February 1 images show a significant air presence, including an RC-135 reconnaissance aircraft, 18 KC-135 Stratotankers, 7 C-17s, and multiple C-130s. That marks an increase from mid-January levels. Up to 10 Patriot air defense systems were also observed mounted on mobile HEMTT launchers. In Jordan, Muwafaq Air Base shows a concentration of strike power: 17 F-15 E-jets, 8 A-10 Thunderbolts, electronic warfare growlers, and heavy transport aircraft, a sharp contrast to previous imagery showing little or no visible aircraft. അപ്പം ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ മാക്സിമം
ഇവിടൊക്കെ ഉള്ള എന്താ പറയുക ഇവരുടെ മിസൈൽസും അല്ലെങ്കിൽ ഇവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം, ഇവരുടെ മറ്റ് ഫൈറ്റർ ജെറ്റുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അമേരിക്ക. കംപ്ലീറ്റ്ലി തുറന്നടിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ ഈ ഒരു പരിപാടി. ഇതിന് ഇറാൻ വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഇറാൻ ഇന്നും കൊടുത്തിട്ടുണ്ട്. മിസൈൽ ശേഖരം കഴിഞ്ഞ വർഷം ഇസ്രായേലുണ്ടായ സംഘർഷത്തിൽ നഷ്ടപ്പെട്ട മിസൈൽ ശേഖരം ഇറാൻ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായിട്ട് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. തന്ത്രപ്രധാനമായ വിന്യാസങ്ങൾ ഇതിൻ്റെ മിസൈൽ വിന്യാസങ്ങൾ ഇറാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ ഡ്രോൺ വാഹിനി കപ്പലായിട്ടുള്ള ഷാഹിദ് ബഗേരി, നമ്മൾ മുമ്പും പറഞ്ഞിട്ടില്ലേ, ബഹേരി അബ്ബാസ് തുറമുഖത്ത് നിന്നും ഏകദേശം എത്ര ഒരു മൈൽ അപ്പുറത്ത് നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നുണ്ട്. ചൈനയുടെ സാന്നിധ്യം ഇറാന് വലിയ രീതിയിൽ ശക്തമാവുകയും ചെയ്യും ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചൈനക്ക് എന്താ പറയുക, ചൈന ഇതുവരെ അത്തരത്തിലുള്ള വലിയ വലിയ യുദ്ധങ്ങളോട് പോകാത്തത് കൊണ്ട് തന്നെ ചൈനക്ക് അവരുടെ എല്ലാ മെഷീൻസും ഇപ്പം ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടാണ് സത്യത്തിൽ പറഞ്ഞാൽ ചൈനക്ക്. ഇപ്പോൾ ഇതേ ദിവസം ഇന്ന് ഇറാനിലെ 47ാമത്തെ വാർഷികമായിരുന്നു, ഇസ്ലാമിക് വിപ്ലവത്തിൻ്റെ 47ാമത്തെ വാർഷികത്തിൻ്റെ. ഇന്ന് 11-ാം തീയതി അവിടെ അതിൻ്റെ വൻ റാലികളും ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇറാനിൽ നമുക്കറിയാം പല സ്ഥലത്ത് ഈ മൊസാദും CIA കാണിക്കുന്ന പല പരിപാടികളും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ടെഹ്റാനിൽ ഈ ആസാദ് സ്ക്വയറിൽ നടന്നത് വലിയ പരിപാടികളായിരുന്നു. ആ പരിപാടികൾ അമേരിക്കയുടെ ഇസ്രായേലിനെതിരായ മുദ്രാവാക്യങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇറാനികൾ അല്ലാണ്ട് ഇറാൻ റെജീമിനെതിരെ അല്ല. അതിൻ്റെ കൂടെ തന്നെ ഇറാൻ്റെയും എന്താ പറയുക അമേരിക്കയുടെയും പതാകകൾ കത്തിച്ചിട്ടും US ഇസ്രായേൽ ജനറൽമാരുടെ ചിത്രങ്ങൾ പതിപ്പിച്ച അതായത് USൻ്റെയും ഇസ്രായേലിൻ്റെയും അതായത് മിലിറ്ററി ജനറൽസിൻ്റെ ഫോട്ടോസ് ശവപ്പെട്ടികളിൽ ഒട്ടിച്ചിട്ട് അതുവരെ കത്തിച്ചും അത് മണ്ണ് മൂടിയിട്ടുള്ള പല രീതിയിലുള്ള എന്താ പറയുക ആഘോഷ പ്രകടനങ്ങളാണ് ഇറാൻ്റെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണം എന്നീ മുദ്രാവാക്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അവിടെ ആൾക്കാർ മുദ്രാവാക്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പ്രസിഡന്റ് മസൂദ് പെഷഷ്യാൻ രാജ്യത്തിന് അഭിസംബോധന ചെയ്തിട്ടുള്ള പ്രസംഗമൊക്കെ ഇന്ന് ഇറാനിൽ നടന്നിട്ടുണ്ട്. അപ്പം സാഹചര്യം വാഷിങ്ടണിൽ ഇപ്പം എന്താ പറയുക ഇത് നടക്കാൻ പോകുന്നുണ്ട്. അപ്പം ഏത് രീതിയിലായിരിക്കും ഈ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അമേരിക്ക എത്രത്തോളം സന്നാഹങ്ങൾ ഒരുക്കുന്നുണ്ടോ അത്ര തന്നെ സന്നാഹങ്ങൾ ഇറാൻ ഇപ്പുറത്തും ചൈന ത്രൂവും റഷ്യ ത്രൂവും ഒക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല. ഇതാണെങ്കിലും നല്ലതിന് വേണ്ടിയിട്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം.